നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ വന്നിരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എന്ത് വേണം അത് നേടാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് നമ്മൾ പലപ്പോഴും ബേക്കോട്ടടിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എന്റെ പേര് അരവിന്ദൻ, സ്ഥലം മുള്ളേരിയ സ്വദേശിയാണ്. മുള്ളേരിയ എന്ന് പറയുമ്പോൾ നിങ്ങളും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഉള്ളേരിയ അല്ലെ. ഉള്ളേരിയ എന്ന് പറയുമ്പോൾ കോഴിക്കോട് സ്ഥലത്തൊക്കെ എല്ലാവരും പ്ലേസ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ എന്ന് പറഞ്ഞാൽ ബോവിക്കാന, ഈ ഭാഗത്തൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, എന്റെ വീട്ടിന്റെ അടുത്ത് വീട്ടിലാണെങ്കിൽ ഇപ്പോ ഒട്ടും റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ്. ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ പോലും റേഞ്ച് കിട്ടാത്ത ഒരു സ്ഥലമാണ്. ഞാനിപ്പോ ശരിക്കും ഇല്ലത് എന്റെ വീടിന്റെ അടുത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ അകലെയാണ്. അതായത് ഒരു ഒരു സ്കൂളിന്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഒരു സംസാരിക്കുന്നത്. കാരണം അത്രക്കും എന്താ പറയാ, നമ്മളുടെ ഈ ഒരു ഏരിയ പിന്നോട്ടുള്ള ഒരു ഏരിയ ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കന്നഡയാണ് പഠിച്ചത്. അപ്പോ അതോടൊപ്പം കർണാടക ബോർഡറിലാണ്. ചില സമയത്തൊക്കെ ഇടയിൽ കന്നഡക്ക് കയറി വരും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ഈ ഈ ഒരു ബിസിനസ്സിൽ വരാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഞാൻ എന്താ പറയാ, ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വളരെ സാധാരണ ഗതിയിലുള്ള ഒരു കുടുംബമാണ്. അങ്ങനെ എന്താ പറയാ, നമുക്ക് എന്നും ദാരിദ്ര്യം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊന്ന് മാറാൻ പറ്റുമെന്നില്ല ഒരു ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഏകദേശം ഒരു 17-ാമത്തെ വയസ്സിൽ ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു. കാരണം നമുക്കറിയാം, നമ്മൾ ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ചക്ക ചക്ക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ, ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു നമ്മളെ മുള്ളേരിയ എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ഇവിടുത്തെ ഏകദേശം മടിക്കേരി ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു 200 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ആണല്ലേ. മടിക്കേരി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചക്കക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇവിടെ എന്ത് പറഞ്ഞാലും എന്താ പറയാ, ഒരു ഒരു മടിക്കേരി ഒക്കെ കഴിഞ്ഞാൽ ചക്കക്ക് നല്ല വില വരുന്ന ഏരിയ ആണ്. ഇപ്പൊ ഇവിടുന്നൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോകും, ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇല്ല ഒരു ഏരിയയിലാണ് ഞാൻ. നമുക്ക് ഇതൊക്കെ കഴിച്ച് എന്നും വീട്ടിലൊക്കെ ചക്കക്കറി മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാറാൻ പറ്റുമോ എന്നുള്ള ആലോചനയോട് കൂടിയാണ് ഞാൻ 17-ാമത്തെ വയസ്സിൽ നാട് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാന് ഇവിടുന്ന് വണ്ടി കയറി നമ്മളെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടുന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ കന്നഡ മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ എങ്ങോട്ട് പോവാൻ സാധിക്കും എന്നുള്ളൊരു അറിയാത്ത കൊണ്ട് തന്നെ ഞാൻ വെച്ചു പിടിച്ചത് എറണാകുളം ഭാഗത്തേക്കായിരുന്നു. കാരണം ഇവിടുന്നൊക്കെ എറണാകുളം പോകാന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. ഏകദേശം ഒരു 2006 ഒക്കെ സമയത്താണ് ഈ ഒരു സംഭവം. അപ്പൊ അങ്ങനെ ഞാൻ എറണാകുളം ആ സ്ഥലത്ത് എന്താ പറയാ, ഒരു ഒരു ഹോട്ടലില് അധികം ആരും പരിചയമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ തട്ടുകടയൊക്കെ കൂടുതലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിൽ ഇങ്ങനെ പണിക്ക് നിൽക്കുകയാണ്. ഫസ്റ്റൊക്കെ തുടക്കത്തിലൊക്കെ കുറെ ആൾക്കാർ റിജക്ട് ചെയ്തു. പക്ഷെ എനിക്ക് വേറൊരു വഴിയില്ലാത്ത കൊണ്ട് ഞാൻ ആ തട്ടുകടയിലൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന അവസ്ഥയാണ്. 1-2 ദിവസം ആകുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യമാണ് എൻ്റെ ഒരു സാഹചര്യം. അങ്ങനെ എങ്ങനെയൊക്കെയോ ആയിട്ട് ഞാൻ ആ ഒരു എറണാകുളം പറഞ്ഞ ഒരു സിറ്റിയിൽ ഞാനൊരു ഡ്രൈവറായി മാറി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഏകദേശം ഒരു 10 വർഷക്കാലം ഞാൻ എറണാകുളം സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ലോറിയിലൊക്കെ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ടായ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഏകദേശം എന്താ പറയാ, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു സാഹചര്യത്തിൽ എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം സംസാരിക്കുന്ന സമയത്താണ് ആ വ്യക്തി പറയുന്നത്, നമുക്കൊരു ഫോം തുടങ്ങിയാൽ, എന്തെങ്കിലും ഒരു ഫോം, കോഴി ഫോമോ അല്ലെങ്കിൽ പശുവിൻ്റെതോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഗ്രോത്ത് അല്ലെങ്കിൽ വലിയൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു പറയുന്ന സാഹചര്യത്തിലാണ് ഞാനും ഒരു ഐഡിയ കൊണ്ടുവന്നത്. കാരണം നമുക്ക് കർണാടക ബോർഡർ ആയതുകൊണ്ട് തന്നെ ഞാനൊരു പന്നി ഫോമിലേക്കാണ് ഞാൻ പോയത്. അങ്ങനെ ആ ഒരു സമയത്ത് ഒരു 2000
14 ആകുമ്പോഴത്തേക്കാണ് ഈ ഒരു പന്നി ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ശക്തമായി സ്റ്റാർട്ട് ചെയ്തു. ഒരു 10 പന്നി തുടങ്ങിയ ആ ഒരു ഫോമിൽ നിന്ന് ഏകദേശം 250ഓളം പന്നികൾ വളർത്തുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയ വ്യക്തിയാണ്. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ട സമയത്ത് എന്താ പറഞ്ഞാൽ ഈ പന്നി പന്നി ഫോമിൽ ജോലി പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം ഉണ്ടാവില്ല. അത് വൈകുന്നേരം ഒരു 4 മണി തൊട്ട് ഏകദേശം ഒരു 11-12 മണി വരെ ഈ ഒരു പണി ഉണ്ടാവും. അപ്പൊ ഈ ഒരു സമയം എങ്ങനെ ഫിൽ ചെയ്യും, അതായത് ഒരു ഫുൾഫിൽ ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നതിൽ നോക്കുന്ന സമയത്താണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. നാട്ടിൽ തന്നെ വീണ്ടും ഒരു ഓട്ടോറിക്ഷ എടുക്കും, ഒരു ഗൂഡ്സ് ആപ്പ വണ്ടി. തുടക്കത്തിൽ ഞാൻ വണ്ടി എടുത്ത സമയത്ത് തന്നെ എനിക്ക് തോന്നി പന്നി ഫോമിലേക്ക് മാത്രമല്ല എനിക്ക് സ്റ്റാൻഡിലും വെച്ച് ഓടാലോ. അങ്ങനെ ഞാൻ ഒരു പാർട്ട് ടൈം ആയിട്ട് ഓട്ടോ ഓടിക്കാനും അതോടൊപ്പം ഈ ഒരു ഫോമിനെ നടത്താനും പോയിക്കൊണ്ടിരുന്ന സമയമാണ്. അങ്ങനെ ഏകദേശം ഒരു 2 വർഷമൊക്കെ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു 3:30 ആകുമ്പോഴത്തേക്ക് ഓട്ടോ വന്നു. ഒരു ഓട്ടോ കിട്ടിയ സമയത്ത് തന്നെ എന്തായാലും ഈ ഒരു ഓട്ടം പോയിട്ട് ബാക്കിയുള്ള ജോലിക്ക് പോവാന്ന് വിചാരിക്കുന്ന സമയത്താണ് കുറച്ച് കമ്പിയൊക്കെ ഇട്ടിട്ട് വണ്ടി ലോഡ് ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ ഈ വണ്ടി ലോഡ് ചെയ്യുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഞാന് വണ്ടിയുടെ മുകളിൽ നിന്ന് ഒന്ന് താഴെ ജസ്റ്റ് ഒന്ന് വീണു. ആ വീണ സമയത്ത് തന്നെ എന്താ പറയാ, എന്റെ ഡിസ്കിന് കാര്യമായ ഒരു പരിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഞാന് അന്ന് തുടക്കത്തിൽ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അന്ന് ഡോക്ടർ പറഞ്ഞു നോ പ്രോബ്ലം, ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പെയിൻ ആണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തൊട്ടടുത്തിന്റെ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. ആടെയും പറഞ്ഞു നോ പ്രോബ്ലം, ഒന്നുമില്ല, നമുക്ക് ഒന്നും കാണുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ ഞാൻ തൊട്ടടുത്താണ് നമുക്ക് മാംഗ്ലൂർ ഹോസ്പിറ്റൽ KMC ഒക്കെ, ഞാൻ അങ്ങോട്ട് പോയി. ആ ഡോക്ടറെ അടുത്ത് പോയിട്ടാകുമ്പോഴത്തേക്ക് അവരും MRI സ്കാനൊക്കെ ചെയ്തു. നോ പ്രോബ്ലം, ഒന്നുമില്ല. അങ്ങനെ ഒരു 1-2 ആഴ്ച കഴിഞ്ഞു, ഒരു 3-ാമത്തെ ആഴ്ച കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെപ്പോഴും ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച ഫുള്ള് റെസ്റ്റാണ്, ഫുള്ള് കിടന്നുറങ്ങും. അങ്ങനെ ഞാൻ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ച അങ്ങനെ കിടന്നുറങ്ങി. തിങ്കളാഴ്ച തൊട്ട് എനിക്ക് എണിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ആകെ ടെൻഷനിലാണ്. കാരണം എന്തുകൊണ്ട് എണിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര പെയിന് കൂടി കൂടി വരികയാണ്. അങ്ങനെ ഞാൻ വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നിന്നു. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ വീണ്ടും നമ്മളെ മാംഗ്ലൂർ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോഴത്തേക്കും അവിടുന്ന് ഡോക്ടർമാർ പറയുന്നത് നോ പ്രോബ്ലം, ഒന്നും ആയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ച് പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് എന്നെ മടക്കി അയച്ചു. അങ്ങനെ ഞാൻ പിന്നീടുള്ള ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഈ സമയത്ത് ഞാൻ സമ്പാദിച്ചതും അതോടൊപ്പം കുറേ കടങ്ങളും എനിക്ക് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഞാൻ വന്നു. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയാ, ഒരു മുടിയെടുക്കാൻ പൈസ ഇല്ല, ഒരു അച്ചാർ മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് ഞാൻ കടന്നുപോയി. അങ്ങനെ എന്താ പറയാ, വീണ്ടും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാകുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോഴത്തേക്ക് ഒരു ഡോക്ടർ പറഞ്ഞു ഇനി നിനക്ക് ഓപ്പറേഷനിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 ലക്ഷം റുപ്യ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു എനിക്ക് താൽക്കാലികമായിട്ട് പെയിൻ കില്ലേഴ്സ് തരൂ, പിന്നീട് നോക്കാം. പിന്നീട് പൈസ ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ട് ഞാൻ ചികിത്സയ്ക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത്. കാരണം ഓപ്പറേഷൻ 8 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല.
അങ്ങനെ ഞാൻ വീണ്ടും ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി, നടന്നില്ല. അപ്പൊ എന്നെ പല ആൾക്കാരും ഡെയിലി കാണാനൊക്കെ വരും, എന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ ആരെങ്കിലുമൊക്കെ കാണാൻ വരും. കാണാൻ വരുന്ന സമയത്തൊക്കെ പറയും, "ദാ അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കൂ." നമ്മൾ എന്താ പറയാ, എന്ത് പറഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള സിറ്റുവേഷനിൽ ഞാൻ ആ ഡോക്ടറെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ ഡോക്ടറെ അടുത്ത് പോകും. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ കോഴിക്കോടൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു 10-60 ദിവസം ഒരു ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഹോസ്പിറ്റലുകളിൽ പോയി. എന്റെ കയ്യിൽ ഇപ്പൊ എന്താ പറയാ, 5 പൈസ ഇല്ല. അങ്ങനെ എന്താ പറയാ, എന്നോട് ഡോക്ടർമാർ കാര്യമായിട്ടൊന്നും സംസാരിക്കില്ല. അപ്പോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ വൈഫിനോടോ അല്ലെങ്കിൽ എന്റെ അനിയത്തിയോടോ ഒക്കെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് ഒരിക്കലും അറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ വീട്ടിൽ വന്ന ആൾക്കാരൊക്കെ അച്ഛനോടും അമ്മയോടൊക്കെ പറയും, ആ വളരെ കഷ്ടമായി, ഇങ്ങനെ അവർ പറയുന്നല്ലാതെ എനിക്ക് കേൾക്കാൻ സാധിക്കും. ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായി. അതോടൊപ്പം എനിക്ക് 2 കുട്ടികളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യൂന്നുള്ളത് അറിയാത്തൊരു സിറ്റുവേഷൻ ആണ് കടന്നു പോയിക്കൊണ്ടുണ്ടായത്. അങ്ങനെ ഈ എന്റെ ഫ്രണ്ട്സിൻ അതോടൊപ്പം ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ കൂടെ അതുപോലെ തന്നെ ഒരു വ്യക്തിയും കടന്നു വന്നു. ഏകദേശം ഒരു 2018 ഈ വ്യക്തി കടന്നു വരുന്നത്. ഞാനപ്പോ ഈ കിടത്തത്തിലായ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2014-15 ഇടയിലാണ് ഞാൻ കിടത്തത്തിലായ സമയം. അപ്പൊ ഈ വ്യക്തി കടന്നു വരുന്നത്, എന്റെ ഒരു സുഹൃത്താണ് കടന്നു വരുന്നത്. ഏകദേശം ഒരു 2018 ഈ വ്യക്തി കടന്നു വരുന്നത്. കുറേ സംസാരിച്ചു, അടുത്ത ഫ്രണ്ടാണ്. കുറെ സംസാരിച്ച ശേഷം ആ വ്യക്തി എന്നോട് പറയുകയാണ്, എന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എനിക്ക് തന്നെ അറിയാൻ സാധിക്കും. എന്താ പറഞ്ഞാല് ഒരു അച്ചാർ മേടിക്കാൻ പോലും എന്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷെ സുഹൃത്തിനോട് നോന്നും പറയാൻ പറ്റില്ല. ഏതായാലും കാണാം, നമുക്കൊന്ന് കാണാം. ഞാൻ ആ സമയത്ത് ഇല്ലത് വീൽ ചെയറിലാണ്. വീൽ ചെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് റിമോട്ടഡ് ആയിട്ടുള്ള ഒരു വീൽ ചെയറിൽ അങ്ങനെ അവര് വന്ന സമയത്താണ് ഞാൻ ഈ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്നത്. ഇരുന്നു കൊണ്ട് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞ എന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അങ്ങനെ അവര് പെട്ടെന്ന് ഓടിപ്പോയി ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന്, ഒരു കാറിൽ വന്ന് കാറിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. അങ്ങനെ കൊടുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ഞാൻ നോക്കി, അതിന്റെ വില നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് എടുക്കാനൊന്നും പറ്റൂല. അങ്ങനെ ഞാന് എന്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഇത് ഇത്രയും വിലയിലെ സാധനം എനിക്ക് എടുക്കാൻ സാധ്യമല്ല. അങ്ങനെ അവര് എന്നോട് കുറേ നേരം വീണ്ടും സംസാരിച്ചു. സംസാരിക്കുന്ന സമയത്ത് തന്നെ അവരൊരു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാന് മുമ്പേ തന്നെ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്റെ പുറത്തും ഒരു ഏകദേശം ഒരു ഏപ്രിൽ മെയ് ആ സമയത്താണ്, നല്ല ചൂടുള്ള സമയത്താണ്. അപ്പൊ എന്താ പറഞ്ഞാൽ എന്റെ സ്കിന്നിലൊക്കെ ഫുള്ളായിട്ട് ഒരു പുണ്ണായിക്കൊണ്ട് അതില് ചോരയും വെള്ളമൊക്കെ വന്നുകൊണ്ട് വല്ലാത്തൊരു അവസ്ഥയാണ്. ചെറുതായിട്ടൊന്ന് വിസർച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഒരു എരിയുന്ന പോലെ, ഒരു ഉപ്പൊക്കെ ഇട്ട രീതിയിലാണ് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഏതായാലും സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ചോദിച്ചു. അവര് ഒരു പ്രൊഡക്റ്റ് അല്ല, ഒരു 4-5 പ്രൊഡക്റ്റ് ആണ് അവര് തന്നത്. നോക്കുമ്പോഴത്തേക്ക് എല്ലാം കൊണ്ട് പ്രോഡക്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 9,000 പ്രോഡക്റ്റ് ആണ് അവർ തരാൻ പോകുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവര് അങ്ങനെ റിജക്ട് ചെയ്യും? 9,000 പൈസ ഇല്ലല്ലോ, പൈസ ഇല്ലാതെ ഈ പ്രോഡക്റ്റ് എടുക്കാനും സാധിക്കില്ല. അങ്ങനെ എങ്ങനെ റിജക്ട് ചെയ്യുന്നു? ഒരുപാട് റിജക്ഷൻ പറഞ്ഞിട്ടും ഈ വ്യക്തി എന്നെ വിടുന്നില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് ചോദിച്ചു, ഇപ്പൊ പൈസ ഇല്ലെങ്കിലോ? അപ്പോഴും സുഹൃത്ത് പറയുകയാണ്, നോ പ്രോബ്ലം, പൈസ ഇല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ എന്റെ വീട്ടിൽ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പറഞ്ഞാല് എന്റെ അമ്മ പറഞ്ഞു, നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ കഴിച്ചാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അങ്ങനെ
ഏറ്റവും അവസാനം എന്റെ അമ്മ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല്, എന്റെ വീട്ടിനടുത്തൊരു അയലോകത്തൊരു ചേച്ചിയുണ്ട്. അവരുടെ ഒരു മാല പണയം വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോ അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് മേടിക്കാൻ സാധിച്ചു. അപ്പോ ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ, എന്റെ കയ്യിൽ കുറേ മരുന്നുകൾ ഇല്ലത് കൊണ്ട് തന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് എല്ലാം കാട്ടിന്റെ അടിയിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരിത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞു. പെട്ടെന്നാണ് വീട്ടിലെ പേസ്റ്റ് തീർന്നു പോവുകയും, അപ്പോഴത്തേക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ തന്നെ ഒരു പേസ്റ്റും അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് എന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണ് അവർ തന്നത്. അതിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് എടുത്ത് വീട്ടിൽ ഉപയോഗിച്ചു. ഉപയോഗിച്ചിട്ടാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് പറയുന്നത് നല്ല പേസ്റ്റ് ആണ്, പല്ല് വേദനയ്ക്ക് നല്ലതാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, കാരണം അങ്ങനെ ഒരു പേസ്റ്റ് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റ് എനിക്കും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നോക്കുന്നത് തന്നെ. അപ്പോഴാണ് നീല കളറും ചുവപ്പ് കളറും ഒന്നും മനസ്സിലാവുന്നില്ല, എന്താണ് സംഭവം എന്നൊരു പിടിയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ അവര് പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരാഴ്ച പിന്നിട്ടു, രണ്ടാഴ്ച, മൂന്നാഴ്ച, ഒരു മാസമൊക്കെ കഴിഞ്ഞു. പ്രോഡക്റ്റ് ഒരു 28 ദിവസം ഒക്കെ ഉപയോഗിച്ചു. അപ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എനിക്കൊരു റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു എന്തോ ഒരു തോന്നൽ പോലെ, ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യമാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് എന്താണ് സംഭവം എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എന്റെ തൊട്ടടുത്തില്ല മുള്ളേരിയ സ്ഥലത്ത് മെഡിക്കലുകളിലൊക്കെ ഈ ബോക്സ് കൊണ്ടുപോയിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വൈഫൊക്കെ പോയി ചോദിച്ചു, ഇത് മെഡിക്കലിൽ കിട്ടുമോ? അങ്ങനെ ഏതൊരു മെഡിക്കലും ഈ പ്രോഡക്റ്റ് കിട്ടുന്നു. അവര് പറഞ്ഞു നിങ്ങൾ ആരടുത്താണ് ചോദിച്ചത് അവരുടെ തന്നെ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീണ്ടും സുഹൃത്തിനെ വിളിക്കുന്നത്, എനിക്ക് ഒരു മാസത്തെ കൂടി പ്രോഡക്റ്റ് വേണമെന്ന്. അങ്ങനെ അവര് വിളിച്ചാൽ അറിയാലോ. പിന്നെ അവര് കൂട്ടത്തോടെ ഒരു 4-5 ആൾക്കാർ വീട്ടിലേക്ക് വരികയും ഇങ്ങനെ കുറെ ആൾക്കാർ വീട്ടിലേക്ക് വന്നു. അവർ ഈ പ്രോഡക്റ്റ് എല്ലാം കൊണ്ടുവരുമ്പോഴത്തേക്ക് കുറെ ബോക്സിലായിട്ടാണ് അവർ പറഞ്ഞു, നിങ്ങൾക്കില്ലേ 6 മാസത്തേക്കുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിലിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് എന്റെ കയ്യിൽ പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. അപ്പൊ അവര് എന്ന് പറയുന്ന വിഷയത്തിലുള്ളൂ. കാരണം നമുക്കറിയാം എന്തൊരു സാധനം നമുക്ക് എമർജൻസി ആണെങ്കിൽ അതിന് പൈസ കണ്ടെത്താൻ സാധിക്കുന്നു. അങ്ങനെ 6 മാസം ഉപയോഗിച്ചാൽ, ഞാൻ വെറുതെ ചോദിച്ചാണ് അവരോട്, ഈ 6 മാസം ഉപയോഗിച്ചാൽ എനിക്കിതിൽ റിസൾട്ട് കിട്ടുമോ? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പകുതി പൈസ, പകുതി ക്യാഷ് ഞങ്ങൾ തിരിച്ചു തരാം. പക്ഷെ എനിക്ക് പൈസ കൊണ്ടല്ല ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ മുന്നോട്ട് വന്നത്. കാരണം എനിക്ക് ഓൾറെഡി ഒരു 11 ലക്ഷം റുപ്യ എനിക്ക് മുമ്പേ ഹോസ്പിറ്റലിലൊക്കെ തീർന്നത് കൊണ്ട് തന്നെ ഞാൻ പൈസക്ക് വേണ്ടല്ല, കാരണം എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ ഉപയോഗിച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടുമോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചത്. അപ്പൊ അവര് ഇത്രയും കോൺഫിഡന്റോടെ പറയുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 6 മാസം എന്നുള്ളത് 9 മാസം പൂർണ്ണമായിട്ടും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് മുമ്പുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി കിട്ടിയില്ലതാണ് സത്യം. അത് ഈ ഒരു എന്താ പറയാ, ഇന്നിപ്പോ രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ പ്രോഡക്റ്റിന്റെ പേര് മറ്റൊന്നുമല്ല, ഇന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന ഈ ഒരു ദൈവത്തിന്റെ കൈയൊപ്പ് ചാർത്തിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് 95 എന്നുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതിനോടൊപ്പം കോമ്പിനേഷൻ ആയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ, ലിവാഗർ ഉണ്ടായിരുന്നു, ചാമ്പ്യൻ ഓയിൽ ഉണ്ടായിരുന്നു, വെൽഹാർട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന കുറെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചതിൽ ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിച്ചു. അപ്പൊ ഇന്ന് എനിക്ക് എന്താ പറഞ്ഞാല് ഏകദേശം 2014 വന്ന ഈ ഒരു വിഷമം, ഈ ഒരു ബുദ്ധിമുട്ട് ഇന്നിപ്പോ ഈ സമയത്തേക്ക് ഒരു പ്രശ്നവുമില്ല.
ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് മാത്രം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കാണുന്നതും ഇതിനൊക്കെ ഉപയോഗിക്കാൻ മുന്നോട്ട് വന്നതും. അങ്ങനെ ഞാൻ വീണ്ടും എനിക്കിത് ബിസിനസ് ആണെന്ന് ഒന്നും അറിയില്ല. അങ്ങനെ അവര് എന്താ പറയാ വീണ്ടും അവര് പോയി ആ സുഹൃത്തൊക്കെ അവര് വേറെന്തോ ഇതിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും എന്റെ പഴയ പണി തന്നെ സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയാ പന്നി ഫോമിൽ തന്നെ ഞാൻ പോവാൻ മെല്ലെ മെല്ലെ പോവാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു വീണ്ടും സ്റ്റാൻഡിൽ ഓട്ടം ഒന്നും ഓടൂല, കാരണം ഭയങ്കര പെയിനൊക്കെ ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ പേടിച്ചുകൊണ്ട് ഞാൻ ഓട്ടം ഒന്നും പോകില്ല. ഞാനങ്ങനെ മുള്ളേരിയ സ്റ്റാൻഡിൽ ഇങ്ങനെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അത്ര തന്നെ. ആ സമയത്താണ് എന്റെ വണ്ടിക്ക് ഒരു ഓട്ടം വരുന്നത്. അപ്പോ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു ഓട്ടം വരുന്നത്. അപ്പൊ ഞാൻ കുറെ ഡിമാൻഡ്സ് അവരോട് പറഞ്ഞു. കാരണം എനിക്ക് കാര്യമായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പൊന്നും ചെയ്യാൻ സാധിക്കില്ല, ജസ്റ്റ് വണ്ടി മാത്രമേ കൊണ്ടുവന്ന് നിർത്തുള്ളൂ. അപ്പൊ അവര് എല്ലാ ഡിമാൻഡ്സൊക്കെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി കൊണ്ടുപോയി നിർത്തി. നോക്കുമ്പോഴത്തേക്ക് ഇടുന്നൊരു ഏകദേശം ഒരു 60 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഒരു ഓട്ടമാണ്. അത് വേറൊന്നല്ല, ഈ ടൈലറിങ് മെഷീൻ കൊണ്ടുപോകാനുള്ള ഒരു ഓട്ടോ ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കൊണ്ടുപോയി വെച്ചു. ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് പുതുപുത്തൻ ടൈലറിങ് മെഷീനാണ്. ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം ഏകദേശം ഒരു 25,000 ഒക്കെ കൊടുത്ത് ടൈലറിങ് മെഷീൻ പുതിയത് കൊണ്ടുവന്ന ശേഷം തൊട്ട് ഏകദേശം 6-7 ഈ ഒരു ടൈലറിങ് മെഷീൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവാണ്. ഞാൻ ആ വ്യക്തിയോട് ജസ്റ്റും ചോദിച്ചാണ് എന്തിനാണ് കൊടുക്കുന്നത്. ആ വ്യക്തി എന്നോട് പറയുകയാണ്, ഞാനൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി കേട്ടു, സോപ്പും പേസ്റ്റും മാർക്കറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം ഏകദേശം ഒരു വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെയാണ് ഈ ഓട്ടം കിട്ടുന്നത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താണ്. അപ്പൊ അവര് ആ സമയത്ത് എന്നോട് ഒന്നും പറഞ്ഞില്ല. കാരണം സമയമില്ല, ഓട്ടം പോയിട്ട് പെട്ടെന്ന് വരികയാണെങ്കിൽ ഞാൻ ഈ കാര്യം പറയാന്നു. അങ്ങനെ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഇപ്പൊ ഏതായാലും കുറച്ച് ലേറ്റ് ആവില്ല. അങ്ങനെ പിറ്റേ ദിവസം ഈ ഓട്ടം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ വേഗത്തിൽ പോയിട്ട് എന്താ പറയാ ഈ ഒരു അവസരം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്, എനിക്കാണെങ്കിൽ ഒരു സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലൊരു ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആവേശമുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ വ്യക്തിനെ കാണാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, ഇന്ന് എന്റെ അപ്പീൽ ലീഡറായ റീജിയണൽ ടീം കോർഡിനേറ്റർ സതീഷ് കുമാർ സാറാണ്. അപ്പൊ അവര് ഒരു ഷോപ്പായിരുന്നു അത്. അങ്ങനെ അവർ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ പെട്ടെന്ന് ഒരു രാവിലെ കാണാൻ പോയിട്ടാകുമ്പോഴാണ് ഇവരിങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറയുന്ന സമയത്താണ് എന്നെ ഞെട്ടിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഞാൻ മുമ്പേ ഉപയോഗിച്ച ഏകദേശം ഒരു മാസം മുമ്പേ ഉപയോഗിച്ച ഈ ഉൽപ്പന്നങ്ങളാണ് എനിക്ക് ആ ഒരു സ്ഥലത്ത് കാണുന്നത്. ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും റിസൾട്ടിലെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് അറിയുന്നത്. അങ്ങനെ ഞാൻ തുടക്കത്തിൽ ആ വലിയ പ്രൊഡക്റ്റ് ഒന്നും എടുക്കാൻ പോയില്ല. കുറച്ച് സമയം കഴിയട്ടെ, എന്താ പറഞ്ഞാൽ എന്റെ കയ്യിൽ ആ സമയത്ത് വലിയ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് മതി. അങ്ങനെ എന്താ പറയാ ആ സമയത്ത് തന്നെ ഈ വ്യക്തികളൊക്കെ പറയാൻ തുടങ്ങി, നിങ്ങൾ ഫാസ്റ്റ് പോകുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ച് എടുത്തു. അപ്പൊ എനിക്കറിയാം നല്ല റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റുകൾ തന്നെ ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കൂടി മുന്നോട്ട് വന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു പേസ്റ്റ് കൊടുത്താൽ നമുക്കന്ന് ഞാൻ പേസ്റ്റ് എടുക്കുന്ന സമയത്ത് 175 ഈ ഒരു പേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുമല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ ഏകദേശം ഒരു 10-20,000 പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ തന്നു. അങ്ങനെ ഇവരൊന്നും എന്നെ എന്താ പറയാ ആ ഒരു ദിവസം കഴിഞ്ഞ പിന്നെ എന്നും എന്നെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. ഞാനാണെങ്കിൽ കുറച്ച് തിരക്കിലാണ്. നമുക്ക് ഓരോ നിമിഷം വളരെ വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ ഞാൻ പറയും പ്രോഗ്രാമിന് നെക്സ്റ്റ് നോക്കാം പിന്നീട് നോക്കാന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടാവും. ആ സമയത്ത് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ ഒരു ദിവസം ഈ പ്രൊഡക്റ്റുകൾ കൊടുത്ത ആളുകളൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങി. പേസ്റ്റ് ആയാലും ഹെയർ ഓയിൽ ആയാലും എന്ത് സാധനം കൊടുത്താലും വീണ്ടും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന്
ഈ ഒരു പ്രോഡക്റ്റ് എന്റെ കയ്യിൽ തീരുകയും അങ്ങനെ രാവിലെ ഞാൻ ഇപ്പൊ സ്റ്റെപ്പ് കയറിയിട്ട് പോകണം അവരെ ഈ ഒരു ഷോപ്പിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പ് കയറി രാവിലെ ഒരു 9 മണിക്ക് പോകുന്ന സമയത്ത് അവരിങ്ങനെ ഇറങ്ങിയിട്ട് വരികയാണ് താഴെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു 20 പേസ്റ്റ് വേണം, പെട്ടെന്ന് വേണം. അപ്പൊ അവരെന്നോട് പറഞ്ഞു പേസ്റ്റ് തരാം, നിങ്ങൾ കാസർഗോഡ് വരെ വരും. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത്രേ ഉള്ളൂ, കാസർഗോഡ് ഇതിന്റെ ഷോപ്പ് ഉണ്ടാവുമായിരിക്കും, ആടെ നിന്ന് എനിക്ക് എടുത്ത് തരുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവരെ കൂടെ വണ്ടിയിൽ കയറിയിട്ട് കാസർഗോഡ് വന്നു. പിന്നെ കാസർഗോഡ് വന്ന സമയത്ത് ഇവിടെ ഒരു ആധാരി ഭവന്റെ ഒരു ഹോളായിരുന്നു. ആ ഹോളിലേക്ക് എത്തുമ്പോഴാണ് എനിക്ക് കാണുന്നത് എല്ലാവരും ഇൻസേർട്ടും ഇങ്ങനെ ടോപ്പ് വൈസൊക്കെ പോകുന്ന സമയത്ത് ഞാനാണെങ്കിൽ ഒരു കാവ്യം കൊണ്ടും ഒരു കാപ്പി ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഹോളിന്റെ അകത്ത് കയറുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ വരുന്നില്ല, ഇന്നൊരു ദിവസം വരാം. പക്ഷെ എന്ത് ചെയ്യാൻ, ഒരു രക്ഷയില്ല. അവരെ കൂടെ ആ ഹോളിന്റെ അകത്ത് കയറിപ്പോയി. പിന്നെ കയറിയാൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ല പ്രോഗ്രാം തീരാതെ. അപ്പൊ അങ്ങനെ അന്ന് ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയ വേറെ ആരുമല്ല, നമ്മളെ ഈ ഒരു SIT-യുടെ ശക്തനായ ഇന്റർനാഷണൽ കോർഡിനേറ്റർ സത്യം മാഷായിരുന്നു ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയത്. അന്ന് ആ ഒരു വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായി ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് ഒന്നിച്ചു നിന്നാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്ക് വേറെ എനിക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും സാധിച്ചില്ല. എന്റെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് വിജയിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് എനിക്കന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാനൊരു ശക്തമായ തീരുമാനം ആ ഹോളിന്റെ അകത്തിലെടുത്തു. അങ്ങനെ അങ്ങനെ ഞാൻ ശക്തമായ തീരുമാനം ആ ഹോളിന്റെ അകത്ത് എടുത്തുകൊണ്ട് എന്റെ കയ്യിലുണ്ടായ വണ്ടി ഞാൻ ഒരാഴ്ചന്റെ ഉള്ളിൽ തന്നെ വേറൊരു സുഹൃത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നുള്ളതാണ് സത്യം. അങ്ങനെ വന്നൊരു ബിസിനസ്സിലൂടെയാണ് ഞാൻ ഈ ഒരു മൈൻഡസ്ട്രി മാർക്കറ്റിംഗിലേക്ക് വരാനുള്ള കാരണം. അങ്ങനെ വന്നിട്ടാകുമ്പോഴത്തേക്ക് നമുക്കറിയാം അല്ല എന്ത് പറഞ്ഞാലും കുറച്ച് ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ ആവേശം കൊണ്ട് പറയുന്ന സമയത്ത് എല്ലാവരും കളിയാക്കലാണ്. അതങ്ങനെയാണ് ഇങ്ങനെയാണ്, നിന്നെ കൊണ്ടൊന്നും ആവൂല. കാരണം സത്യത്തിൽ എന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. കൂടുതൽ ആൾക്കാരോടൊന്നും സംസാരിച്ചില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ കളിയാക്കാനുണ്ടായി. നമ്മള് തൊട്ടടുത്തൊക്കെ പോയി പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം ഒരു 3 മാസം ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ അപ്ലൈ ലീഡേഴ്സിനോട് പറയാൻ തുടങ്ങി നമുക്ക് എന്തുകൊണ്ട് ടീമാക്കാൻ സാധിക്കുന്നില്ല. അന്ന് അപ്ലൈ ലീഡേഴ്സ് സൂചിപ്പിച്ചു, നിങ്ങളൊരു അച്ചീവർ ആണെങ്കിൽ നിങ്ങൾക്ക് ടീം വരാൻ പെട്ടെന്ന് വരാൻ സാധിക്കൂ എന്നുള്ളത്. അപ്പൊ അതിനന്ന് എന്ത് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ലെവലിൽ. ഇന്നാണെങ്കിൽ നമുക്കത് TCA പോലെ ലീഡേഴ്സിനാണ് സാധിക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് തന്നെ പ്ലാൻ ചെയ്തു എനിക്കൊരു പെർഫോമൻസ് ബോണസ് അച്ചീവർ ആണ്. ടീമിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, കുറച്ച് കസ്റ്റമേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു ശക്തമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു പറഞ്ഞു. ഒരു ഭാഗത്ത് 2 ഭാഗത്തും ചേർന്നുകൊണ്ട് 2,70,70,000 പർച്ചേസ് തരണം. അന്നെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ, ചെറിയ പൈസ അല്ല. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തു. എന്റെ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങി, റീറ്റെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്റെ കൂടെ ഉണ്ടായ 2 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, ഒരു 2. അങ്ങനെ ഈ കസ്റ്റമേഴ്സിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാൻ സാധിക്കും. അവരാണെങ്കിൽ എന്താ പറയാ ഒന്നും കേൾക്കാതെ പോലെ 2 ദിവസം ഞാൻ റീറ്റെയിൽ ചെയ്തു. അങ്ങനെ 2-3 ദിവസം റീറ്റെയിൽ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് എന്തോ ഒരു മാറ്റത്തിനെ മുന്നൊരുക്ക നിലയിൽ അവർക്ക് ഫീൽ ആയിട്ട് അവര് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിങ്ങൾ അച്ചീവർ ആണെന്നുണ്ടെങ്കിൽ ഞാനും അച്ചീവർ ആവാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും മുമ്പോട്ട്. കസ്റ്റമറാണ്, പ്രൊഡക്റ്റ് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ ഞങ്ങളും ശക്തമായിട്ട് വർക്ക് ചെയ്തു. വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ മാസം അവസാനം നോക്കുമ്പോഴത്തേക്ക് എന്റെ കൂടെ ഉണ്ടായ 2 പേരും പെർഫോമൻസ് ആയിക്കൊണ്ട് ഞാനും TC വിത്ത് പെർഫോമൻസ് ബോണസ് എനിക്ക് അടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ശക്തമായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ
ടീം കോർഡിനേറ്റർ ആവാൻ സാധിച്ചു. അപ്പൊ അതിന്റെ ശേഷം എനിക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കാരണം ഈ അച്ചീവ്മെന്റ് കാണിച്ചുകൊണ്ട് എനിക്ക് വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിന്റെ പിന്നെ ഏരിയ ടീം കോർഡിനേറ്റർ, അതോടൊപ്പം ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ, സോണൽ ടീം കോർഡിനേറ്റർ ഒക്കെ വളരെ ഫാസ്റ്റായി മുന്നോട്ട് പോകാൻ സാധിച്ചു. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ നമുക്കൊരു അച്ചീവ്മെന്റ് കൂടി ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്റെ കളിയാക്കിയവർക്ക് എന്തെങ്കിലും കാണിക്കണ്ടേ, അവർക്ക് കാണിക്കാൻ വേണ്ടി തന്നെ ഒരു ലാപ്ടോപ്പ് ഞാൻ ഗോളാക്കി സെറ്റാക്കി അതും അച്ചീവ് ചെയ്തു. പക്ഷെ ലാപ്ടോപ്പ് അച്ചീവ് ചെയ്ത സമയത്ത് ഉണ്ടായ ഫീൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ലാപ്ടോപ്പ് ആർക്ക് കാണിക്കാൻ പറ്റില്ല. സത്യത്തിൽ എനിക്ക് ലാപ്ടോപ്പിന്റെ ആവശ്യമില്ല, കാരണം എനിക്ക് ടെക്നിക്കലായിട്ട് കാര്യമായിട്ടൊന്നും അറിയില്ല. ആണെങ്കിലും ലാപ്ടോപ്പ് എടുത്തു. 40-45 കൊടുത്തുകൊണ്ട് ലാപ്ടോപ്പ് എടുത്തു. ഇത് ആർക്കും കാണിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു പ്ലാൻ ചെയ്തു. പക്ഷെ ആ പ്ലാനിൽ എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല. കാരണം ഇത് എന്നോട് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എന്റെ ഉള്ളിൽ ഉണ്ടായത് പ്രോബ്ലം. എന്താ പറഞ്ഞാല് അത്രക്കും ബുദ്ധിമുട്ടിലുള്ള സമയത്താണ് ഞാൻ ഈ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 2023 ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്കൊരു 4 വീലർ, ഒരു 6 മണിക്കൂറിന്റെ ഒരു ഡ്രീംസ്, ഒരു ആഗ്രഹം മൈലേജ് മാർക്കറ്റിൽ വന്ന ശേഷം ഉണ്ടായി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ. എനിക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് തന്നെ ഒരു 2023 തുടക്കത്തിൽ ജനുവരിയിലാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ 2023 തീരുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററിലേക്ക് റാങ്ക് അച്ചീവറായി. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഏകദേശം ഒരു 2023 ഡിസംബർ ഒക്കെ ആകുന്ന സമയത്ത് പൈസയില്ല, വണ്ടി തരില്ലല്ലോ. അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടായിരുന്നു എന്ത് ചെയ്യും, കടം പണിക്കാണെങ്കിൽ ഒരു ഇടവും ബാക്കിയില്ല. അങ്ങനെ ആ സമയത്താണ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നത്, ഞാൻ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ റാങ്കിൽ പെർഫോമൻസ് ബോണസ് ആക്റ്റീവായി. ഈ സംഭവം അറിയാതെയാണ് പെട്ടെന്ന് സംഭവിച്ചത്. അപ്പൊ ഇതിന്റെ ഈ ഒരു പൈസ, നമുക്ക് ഈ ഒരു കാറിന്റെ പൈസ കൊടുക്കാനായിട്ട് ആ ഒരു പൈസ ഉപയോഗിച്ചുകൊണ്ട്, ഫസ്റ്റത്തെ പൈസ കൊടുത്തുകൊണ്ട് ഞാനന്ന് ആ ഒരു 4 വീലർ വാഹനം കൂടി അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് സത്യം. എന്ത് പറഞ്ഞാലും ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ, നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രകൃതി തന്നെ ഒരു അനുകൂലമായ സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഒരു വാഹനം എടുത്തത്. എന്റെ എന്താ പറയാ, ഈ ഏറ്റവും ബിലീഫ് വർദ്ധിപ്പിക്കാൻ സഹായിച്ച ഒരു വാഹനമാണ് ഈ ഒരു 4 വീലർ കാർ. ഇന്നിപ്പോ ദാരിദ്ര്യത്തിലുണ്ടെങ്കിലും ഇന്ന് 30 ദിവസവും വണ്ടിക്ക് എണ്ണ അടിച്ചിട്ട് കാറിൽ പോകുന്ന ഏകദേശം എന്റെ പഞ്ചായത്തിന്റെ അടുത്തുനിന്ന്, ഏകദേശം എന്റെ നാട്ടില് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ വണ്ടിയുണ്ട്, പക്ഷെ അവരൊക്കെ പോകുന്നുണ്ട് സ്കൂട്ടിയിലും ബസ്സിലും നടന്നും ഒക്കെ പോകുന്ന വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ. ഈ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മൈലേജ് മാർക്കറ്റിംഗിൽ വന്നത് കൊണ്ട് മാത്രം ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പോ ഇവിടെ പറയാൻ സാധിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് കന്നഡ മാത്രമേ അറിയുള്ളൂ, മലയാളം ബാക്കിയുള്ള ഭാഷകളൊക്കെ കുറച്ചേ അറിയാൻ പാടുള്ളൂ. പക്ഷെ എനിക്ക് 3 ഇടങ്ങളിൽ എനിക്കിന്ന് ടീമുണ്ട്. കർണാടകയിലുണ്ട്, കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പോവുകയാണ് തഞ്ചാവൂർ. എന്റെ ടീം അവിടെ ഉണ്ട്. ആ സ്ഥലത്തേക്ക് ടീമിലേക്ക് ഞാൻ വർക്കിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ സാധിച്ചത് എന്തുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് മൈലേജ് മാർക്കറ്റിംഗിൽ വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഇതൊക്കെ എല്ലാവർക്കും നേടാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ടീമിൽ ഇപ്പോ ഏരിയ ടീം കോർഡിനേറ്റേഴ്സ്, ടീം കോർഡിനേറ്റേഴ്സ്, DTCമാർ, ZDCമാർ, ഇങ്ങനെ വലിയൊരു ടീമിനെ കൂടി എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇത് SIT എന്നൊരു ടീമിനോടൊപ്പം തന്നെ ഒറ്റ കാരണം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കാരണം നമുക്കറിയാം ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ നേടാൻ സാധിക്കുന്ന ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. അപ്പോ ശക്തമായി നിങ്ങളും പ്രവർത്തിക്കുക. കാരണം ഇതിൽ ഇത്രയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ,
നമ്മള് മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റുക. കാരണം ഇത് പബ്ലിക്കായിട്ട് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. പബ്ലിക്കിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അന്നത്തെ പോലത്തെ കാലമല്ല, കാലം മാറി. കാരണം ഇന്നിപ്പോ ഓപ്പർച്യൂണിറ്റി പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരോട് പറഞ്ഞാൽ 2 പേര് വരും. ഇന്ന് 10 പേരോട് പറഞ്ഞാൽ 8 പേര് നമ്മളെ കൂടെ ജോയിൻ ചെയ്യും. ഇപ്പൊ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മുമ്പ് മഴക്കാലത്തൊക്കെ ന്യൂ ജോയിനിങ് വരാറില്ല. ഞാനൊക്കെ വരുന്ന സമയത്ത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസം ഫുള്ള് സ്റ്റെക്കാണ്. ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴയത്ത് മുണ്ടാതെ എന്താ പറയാ, ഒന്നും ചെയ്യാണ്ട് വീട്ടില്. ഇപ്പൊ അങ്ങനെ ആഴ്ചയിൽ നമുക്ക് 5 6 ന്യൂ ജോയിൻ വരും. ഇന്ന് ഇപ്പൊ വെള്ളിയാഴ്ച ആണ്. തീർച്ചയായിട്ടും ഇന്ന് ഒരു 5 6 ന്യൂ ജോയിൻ എന്റെ ടീമിൽ വരും. അത് ഈ ഒരു മാറ്റത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും, കാരണം സമയത്തിന്റെ പരിമിതി ഉണ്ട്, അപ്പോ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ശക്തമായ തീരുമാനം എടുക്കുക. കാരണം ഇതില് SIT എന്നുള്ളൊരു ഒറ്റ ഫാമിലി നമുക്ക് എല്ലാവർക്കും പോവാം. അപ്പോ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ശക്തമായ തീരുമാനം. അപ്പോ ഇതിൽ പറയുന്നത് എത്രേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും ആവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആവാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എപ്പോഴും വിചാരിച്ചാൽ സാധിക്കും. എന്നോടൊന്നും സാധ്യമല്ല എന്ന് വിചാരിച്ചെങ്കിൽ നമുക്കൊന്നും സാധ്യമല്ല. അപ്പൊ നമുക്ക് സാധിക്കും എന്നൊരു രീതിയിൽ നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വലിയ അച്ചീവർ ആവാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റികളിലാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 4.5 മാസത്തിന്റെ ശേഷമാണ് വീൽചെയറിന് എഴുന്നേറ്റ് കൊണ്ടുപോകുന്നത്. 4.5 മാസത്തിന്റെ ശേഷം ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ് ഇതാണ്. ഒന്ന് 95, പിന്നെ ഒന്ന് വെൽഫാറ്റ്, ലിവാഗേന്, അതിനോടൊപ്പം ഡെയിലി ഡിറ്റോക്സ് എന്നുള്ളൊരു പ്രോഡക്റ്റ് ആണ്.